എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു വീഡിയോയാണ് അപ്സാക്ക റെജി എന്ന് പറയുന്ന അപ്സാക്കെ റെജി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബസ് യാത്ര. ആ ബസ്സിനകത്ത് ഈ കുട്ടിയെ ഒരു അമ്മാവൻ പുള്ളിക്കാരൻ ഉപദ്രവിച്ചു ഇൻ ദ സെൻസ് കൈകൊണ്ട് തട്ടിയെന്നും മോശമായിട്ട് പെരുമാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കുട്ടി വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും കണ്ടില്ല. അതുകൊണ്ട് ആ വീഡിയോയിൽ കണ്ടത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും സംസാരിച്ചത്. ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് ട്രോൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആ കുട്ടിയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കേണ്ടേ. സാധാരണ ഇത്ര ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ആ ആരാണോ അയാൾക്കെതിരെ ആയിരിക്കും നിൽക്കുന്നത്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അവൻ്റെ തല വെട്ടണം, അത് വെട്ടണം, ഇത് വെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിമർശനം ആണിന് നേരെ ഉണ്ടാവും. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എല്ലാവരും, അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇത് ഫേക്ക് വീഡിയോ ആണ്, ഈ കുട്ടി റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്നുള്ള ലെവലിൽ സംസാരിച്ചു. നമ്മളും അത് വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയല്ല, ഇൻസ്റ്റഗ്രാമിൽ. അതിനുശേഷം ഇപ്പോൾ 2 വീഡിയോകൾ ആ കുട്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും വിമർശിക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതിന് കാരണം, അതുപോലെ ഈ രണ്ടാമത് ഈ കുട്ടി ഇട്ടിട്ടുള്ള 2 വീഡിയോകൾക്കുള്ള മറുപടി, ഇതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി ഒരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാവാൻ പാടില്ല. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫെമിനിസ്റ്റുകൾ, ഈ ഇൻസ്റ്റഗ്രാമിൽ ഒരു വഫ എന്ന് പറഞ്ഞ ലേഡി ഉണ്ട്. എൻ്റെ പൊന്നോ, ഇവർ പെണ്ണിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ ചാടി ഇറങ്ങും. മറ്റൊരു കാര്യങ്ങളിലും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പെണ്ണിനെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ഓപ്പ ചാടി അവർ സട കുടഞ്ഞ് ഇറങ്ങി അവരുടെ അഭിപ്രായം ബോധ്യപ്പെടുത്തും. ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഈ ആണുങ്ങൾ എല്ലാവരും പെണ്ണിനെതിരല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ഞരമ്പന്മാർ ഓരോ പേക്കൂത്തുകൾ കാണിക്കുന്നതില്ല. നിങ്ങൾ എല്ലാവരും അവിടെ ആക്ഷേപിക്കരുത്. ഞാൻ ഈ ഫെമിനിസ്റ്റുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ടീമുകളോടാണ് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആണുങ്ങൾ എല്ലാവരും നിങ്ങൾക്കെതിരല്ല. ഇപ്പോൾ ഈ വീഡിയോയുടെ സ്ഥാനത്ത് നേരത്തെയും ഒരുപാട് വീഡിയോകൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ആണുങ്ങൾ മോശമായിട്ട് പെൺകുട്ടികളോട് പെരുമാറുന്നതും തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവോടുകൂടിയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ നമ്മളെല്ലാവരും ഈ ആണിനെ വിമർശിച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ അങ്ങനെ സംസാരിക്കാനായിട്ടൊന്നുമില്ല. ഈ കുട്ടി പറയുന്നു ഈ വീഡിയോയ്ക്ക് മുൻപും ശേഷവും, അതായത് മുൻപ് ആ അമ്മാവൻ മോശമായിട്ട് പെരുമാറി, അപ്പോഴാണ് വീഡിയോ എടുത്തത്. അതിനുശേഷം ഈ കുട്ടി പ്രതികരിച്ചു, അത് വീഡിയോയിലില്ല. ഇതിന് ഇൻ ബിറ്റ്വീനുള്ള കാര്യം മാത്രമാണ് വീഡിയോയ്ക്കകത്തുള്ളത്. എന്തുകൊണ്ട് അറ്റ്ലീസ്റ്റ് ആദ്യം മോശമായിട്ട് പെരുമാറി ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതിനുശേഷമുള്ള പോർഷനാണ് കുട്ടി എടുത്ത് വെച്ചത്. ഈ പ്രതികരിക്കുന്ന സമയത്തും വീഡിയോ എടുക്കാമല്ലോ അല്ലേ? ഈ വീഡിയോ തന്നെ കണ്ടിന്യൂ ചെയ്ത് പ്രതികരിക്കുന്ന സമയത്ത് എടുക്കാമല്ലോ. അത് ഇതിനകത്ത് ഇട്ടിട്ടില്ല. ആ പെൺകുട്ടിയുടെ രണ്ടാമത്തെ വീഡിയോ ഈ കുട്ടി ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം നാട്ടുകാർ പൊങ്കാല ഇട്ടെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ആദ്യം ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് കേൾക്കാം. ഹായ്, ഞാൻ അപ്സാക്കെ റെജി. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ നടന്നൊരു റിയൽ ഇൻസിഡൻറ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു. മോളെ, നീ പറയുന്നു ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഫേസ് ചെയ്തവർക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നിൻ്റെ ലൈഫിലുണ്ടായ ഒരു വിഷയം നീ വീഡിയോ ആയിട്ട് കാണിച്ചു. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് എന്താ ഉള്ളത്? നീ കാണിച്ച വീഡിയോയ്ക്കകത്ത് എന്താ ഉള്ളത്? അതിന് മുൻപ് നീ എന്ത് ഫേസ് ചെയ്തു, അതിനുശേഷം നീ എങ്ങനെ റിയാക്ട് ചെയ്തു, ഇതൊന്നും നീ കാണിച്ചിട്ടില്ല. നീ കാണിച്ച വീഡിയോയിൽ എന്താ? നീ കൈ ആ കമ്പിയിൽ പിടിച്ചിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് നീ ആ അപ്പാപ്പനെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നീ വീഡിയോയിൽ നോക്കുന്നുണ്ട്, നീ മാസ്ക് വെച്ചിട്ടുണ്ട്, അയാളുടെ മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഖം ബ്ലർ ചെയ്തിട്ടെങ്കിൽ പോലും അയാൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ ആ മുഖം കാണാൻ പറ്റും, മനസ്സിലാവും. സ്വാഭാവികമായിട്ടും കാണുന്നവരെന്താ ചിന്തിക്കുക? നീ അയാളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതേ ചിന്തിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നീ റീച്ചിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ തോന്നാനുള്ള റീസൺ എന്ന് പറയുന്നത്, നീ ആദ്യം ഈ വീഡിയോ അപ്ലോഡ് ചെയ്തു, ഒരു ട്രെൻഡിങ് സോങ് ഒക്കെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നീ വീണ്ടും ഇതേ വീഡിയോ അപ്ലോഡ് ചെയ്തു, വേറൊരു പാട്ട് ഇട്ടിട്ട്. അപ്പോൾ കാണുമ്പോൾ എല്ലാവരും അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ, റീച്ചിന് വേണ്ടി ആണെന്നല്ലേ വിചാരിക്കുള്ളൂ. അത് നീ തെറ്റ് പറയാൻ പറ്റുമോ? നീ മനസ്സിലാക്കേണ്ട കാര്യം, ആരും നിനക്കെതിരല്ല, നീ ചെയ്ത പ്രവർത്തിക്കാണ് എതിര്. ഓക്കെ, ബാക്കി കേൾക്കാം. അതിൻ്റെ കമൻസിൽ ഫുള്ള് ഞാൻ റീച്ചിന് വേണ്ടിയിട്ടാ, ഞാൻ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ്. ഒരു കാര്യം അറിയാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്ത കുറേ പേരുണ്ടല്ലോ, അവരെന്നോട് ഒരു തവണയെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു. സത്യം ഉണ്ടോ എന്ന് ചോദിക്കാൻ നീ ആ വീഡിയോ സ്റ്റാർട്ട് ടു എൻഡ് പ്ലേ ചെയ്തിട്ടില്ലേ? അതിനകത്ത് കാണുന്ന ഒരാൾക്ക് പോലും, അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും അതങ്ങനെയല്ല, എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് തോന്നിയിരുന്നുവെങ്കിൽ ഒരാളെങ്കിലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരുമായിരുന്നു. ഈവൻ കുറച്ച് നാൾ മുൻപ് സവാദിൻ്റെ വിഷയത്തിൽ മസ്താനി ആക്ച്വലി വീഡിയോ എടുത്തത് ഈ ചെറുപ്പക്കാരൻ സിബ് ഊരി എന്തൊക്കെയോ കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞ് വീഡിയോ എടുത്തത്. പക്ഷേ ആ കാണിക്കുന്ന സാധനം എടുത്തിട്ടില്ല. എങ്കിൽ പോലും ഒരു വിഭാഗം ആൾക്കാരെങ്കിലും മസ്താനയുടെ കൂടെ നിന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. കാരണം അവൻ ആ ബസ്സിനകത്ത് എഴുന്നേറ്റ് നിന്ന സമയത്ത് കണ്ടക്ടർ വന്ന് ചോദിക്കുന്ന സമയത്ത് അവന് സിബ് ഊരിയിരിക്കുകയായിരുന്നു. ഇത് കണ്ടവരെല്ലാവർക്കും മനസ്സിലായി എന്താണ് അവിടെ നടന്നെന്നുള്ളത്. അതിൻ്റെ പേരിലാണ് കണ്ടക്ടറെ പേടിച്ച് അവനെ ഇറങ്ങി ഓടിയതും അതിനുശേഷം അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതും പിന്നെ അവൻ ജയിലിൽ പോകുന്നു, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെയും പെണ്ണിൻ്റെ കൂടെയാണ് ജനങ്ങൾ നിന്നത്, നീ മനസ്സിലാക്കണം. അതിനുശേഷം എത്രയോ വിഷയങ്ങൾ. വീണ്ടും വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചിയും അനിയത്തിയും കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുത്തൻ മോശമായിട്ട് പെരുമാറി, ആ ചേച്ചി എന്നിട്ട് അവനെ പറ്റാടി പറ്റിച്ചു. അതൊരു വീഡിയോ ഇട്ടു. അപ്പോഴും പെണ്ണിന്റെ കൂടെയാണ് ജനങ്ങൾ നിന്നത്. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പെണ്ണിനെതിരെ അല്ല ആരും, പെണ്ണ് ചെയ്യുന്ന പ്രവൃത്തിക്കെതിരെയാണ്. അതിപ്പോൾ ഈ നീ എന്നല്ല,
ഞാൻ നീ എന്ന് വിളിക്കുന്നതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. ഞാൻ ബഹുമാനപൂർവ്വം തന്നെയാണ് അത് വിളിക്കുന്നത്, അല്ലാണ്ട് മോശപ്പെട്ട വാക്കോ ഒന്നും അല്ല. അങ്ങനെ ഇനി ആരും കമൻറ്റുമായിട്ട് വരരുത്, ദയവ് ചെയ്ത്. നീ എന്ന് വിളിക്കില്ല, താൻ എന്ന് വിളിക്കാം. താൻ ചെയ്ത പ്രവൃത്തിക്കെതിരെയാണ് ആളുകൾ സംസാരിക്കുന്നത്, അതല്ലാണ്ട് തനിക്കെതിരെ അല്ല. അതൊന്നും മനസ്സിലാക്കുക. ഓക്കെ, ബാക്കി ഇല്ല, ചോദിക്കത്തില്ല. എന്താ, അവർക്ക് കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതിരുന്ന സമയം അപ്പോൾ മോൾക്ക് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? കോണ്ടന്റ് അല്ലായിരുന്നോ? അതുകൊണ്ടല്ലേ 2 പ്രാവശ്യം കൊണ്ട് അപ്ലോഡ് ചെയ്തത്? എന്തിനാണ് 2 പ്രാവശ്യം അപ്ലോഡ് ചെയ്തത്? എന്തിനായിരുന്നു? ഇപ്പോൾ ആദ്യത്തെ പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പം എഴുത്തും കുത്തും വായനയൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ എഴുത്തും കാര്യങ്ങളും ആദ്യത്തെ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കയറ്റിയാൽ പോരായിരുന്നോ? എന്തിനാണ് രണ്ടാമത് വീഡിയോ ഇട്ടത്? അതും കോണ്ടന്റ് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇത് പുതിയ കണ്ടന്റ് കിട്ടി, അതുകൊണ്ട് അവരത് ആഘോഷിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വേറെ കുറെ പേര് ആ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ടല്ലോ, ഞാൻ റിയാക്ട് ചെയ്തില്ലെന്ന്. നിങ്ങൾ കണ്ടോ ഞാൻ റിയാക്ട് ചെയ്തോ ഇല്ലയോന്ന്? ഞാൻ നിങ്ങളെ കാണിച്ച റിയാക്ട് ചെയ്തോ ഇല്ലയോ എന്ന് കാണാനായിട്ട് മോൾ കാണിച്ചോ ആ വീഡിയോയ്ക്കകത്ത്? ഇല്ലല്ലോ. ആ വീഡിയോ എന്താണോ അത് വെച്ചിട്ടാണ് ആളുകൾ സംസാരിച്ചിട്ടുള്ളത്. ആ വീഡിയോയ്ക്കകത്ത് ആ മനുഷ്യൻ ഒരു രീതിയിലും മോളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, അതിന് മുൻപോ അതിന് ശേഷമുള്ള കാര്യം മോള് ആ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടില്ല. അതിന് മുൻപുള്ള കാര്യം വിട്ടേക്കൂ. കാര്യം മോളോട് പറഞ്ഞിട്ടല്ല അയാൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ടച്ച് ചെയ്യുന്നത്. പക്ഷെ അതിന് ശേഷമുള്ള റിയാക്ഷൻ മോൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാമായിരുന്നല്ലോ. അതെന്താ ഷൂട്ട് ചെയ്യാത്ത? ഇത്രയും പോർഷൻ മാത്രം ഷൂട്ട് ചെയ്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞോ? അതെന്തിനായിരുന്നു? അത് കാണിക്കേണ്ടതല്ലേ? ആ കണ്ടക്ടറോട് പറഞ്ഞോ? ആ ബസ്സിലുള്ള ആരോടെങ്കിലും പറഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു. അതുകൊണ്ടാണ് ആളുകൾ മോൾക്കെതിരെ സംസാരിക്കുന്നത്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പിന്നെയും കോൺഫിഡൻറ്റോടെ വന്ന് സംസാരിക്കാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യം അവിടെ കാണിച്ചാൽ മതിയായിരുന്നു. സെക്കൻഡ്സ് വീഡിയോ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ അയാൾക്ക് അവിടെ വെച്ച് കൊടുക്കേണ്ട റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഈ വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്യൂ. പിന്നെ എന്തിനാണ് മോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്? ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയല്ലേ? ജനങ്ങളെ അറിയിക്കുമ്പോൾ ജനങ്ങൾ അതിന്റെ അഭിപ്രായം പറയും. അവർക്ക് തോന്നുന്ന കാര്യം അവർ പറയും. അത് മോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയാൽ മിസ്റ്റേക്ക് ആണെന്ന് പറയും. കാരണം ഞാൻ വീണ്ടും 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 പറയുന്നു, ആ വീഡിയോയ്ക്കകത്ത് ആ അമ്മാവനാണെന്ന് തോന്നുന്നു, ഇച്ചിരി പ്രായമുണ്ട്, ആ മനുഷ്യൻ മോളോട് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കാരണം ഒരു ബസ്സിൽ 2 പേർ ഇരിക്കുന്ന സീറ്റിൽ അത്യാവശ്യം കൺജസ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ എഴുതിട്ട് മാറണമായിരുന്നു. അതും ചെയ്തിട്ടില്ല. അതും ചെയ്യുന്നത് ആ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഓക്കെ, നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് വീഡിയോ വെച്ചിട്ടാണ്, ആ വീഡിയോയിൽ കണ്ട വിഷ്വൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഇതൊന്നും ഇല്ല. മോൾ അവിടെ ഇരിക്കുന്നു, കൈപൊക്കി വയ്ക്കുന്നു, ആ അമ്മാവൻ ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കുന്നു, പിന്നെ മൊബൈലിലേക്ക് നോക്കുന്നു. എന്ത് പ്രഹസനമാണ് സജി. ബാക്കി വേറെ കുറെ പേര് ചോദിക്കുന്നുണ്ട്, അയാൾ മാന്യമായിട്ടാണല്ലോ ഇരിക്കുന്നത്, അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അയാൾ പിന്നെ മാന്യനായിരുന്നു. എൻ്റെ കമന്റ് സെക്ഷനിലുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവരാ ഏറ്റവും വലിയ ക്രിമിനൽസ്. അതെ, മോളെ പൊക്കി പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാവരും നല്ലവരാകുമായിരുന്നു. മോള് ചെയ്ത തെറ്റ് അവർ മനസ്സിലാക്കി അവർ റിയാക്ട് ചെയ്തപ്പോൾ അവർ ക്രിമിനൽസ് ആയി. സ്വാഭാവികം. നമ്മളെല്ലാവരും പാടി പുകഴ്ത്തിയാൽ നമുക്കവർ മാന്യന്മാർ, നമ്മളെ ആരെങ്കിലും വിമർശിച്ചാൽ അവർ ക്രിമിനൽസും തെറ്റുകാരും പിന്നെ അവർ ഒറ്റുകാരും ഒക്കെ ആവും. ഇത് ഈ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പോട്ടെ. നമ്മൾ പേടിക്കേണ്ടത് അവരെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ നാളെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് വന്ന് പറയുന്നു, അപ്പം നിങ്ങൾ ആദ്യം തെളിവ് ചോദിക്കൂ. തെളിവല്ല ഇവിടെ പ്രധാനം, തിരിച്ചറിവാണ്. മോള് കാണിച്ച ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണ് ആളുകൾ മോൾക്കെതിരാവുന്നത്. അതാണ് മനസ്സിലാക്കാൻ പറയുന്നത്. പക്ഷെ പിന്നെയും മോള് പറയുന്നത് എന്താണ്? ഞാൻ ചെയ്തത് ശരിയാണ്, ഞാൻ ചെയ്തത് മാത്രമാണ് ശരി. മോള് ബുദ്ധിമതി ആയിരിക്കാം, പക്ഷെ മറ്റുള്ളവർ മണ്ടന്മാരാണെന്ന് വിചാരിക്കരുത്. അതോ അവരൊന്നും പ്രതികരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ പഴം വിഴുങ്ങി ഇരുന്നേന്ന് ചോദിക്കുവോ? നിങ്ങൾ അതായിരിക്കും ചോദിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എൻ്റെ അനിയത്തിമാരോട് എനിക്കൊരു കാര്യം പറയുള്ളൂ, നിങ്ങളും എന്നെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒട്ടും സേഫ് അല്ല. നാട്ടിലുള്ള ആണുങ്ങളെല്ലാം കയറി പിടിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളൊന്നും സേഫ് അല്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ടാക്കി തരാൻ വേണ്ടി നമ്മുടെ ഗണേഷ് കുമാർ സാറിനോട് പറയണം, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ട്രാൻസ്പോർട്ട് ബസ് വേണം. ഉള്ളൊരു നിവേദനം കൊടുക്കുക, അദ്ദേഹം പരിഗണിക്കട്ടെ. അതാണ് നല്ലത്. കാര്യം നിങ്ങൾക്ക് മറ്റുള്ളവരെ വിശ്വാസമില്ല, മറ്റുള്ള യാത്രക്കാരെ വിശ്വാസമില്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നേ. നിങ്ങളൊരു ബൈക്കിൽ പോകും, അല്ലെങ്കിൽ ഒരു കാറിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ബസ് ഇറക്കി തരാൻ പറ. അതാണ് നല്ലത്. ഇപ്പം നിങ്ങളെ പേടിച്ച് ആണുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബസ്സിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോഴോ ഇവർ എവിടെയെങ്കിലും മൊബൈൽ തുറന്നു വെച്ചിരിക്കുകയാണോ എന്ന് നോക്കിയിട്ട് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. മര്യാദയ്ക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് എടുത്തോ ജോലിക്കായിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് ഓടി രക്ഷപ്പെടാൻ. ബെസ്റ്റ് UK തന്നെ പോകണം കേട്ടോ. എൻ്റെ കാര്യം അറിയോ, അവിടെ ഷൂട്ട് ചെയ്ത പ്രശ്നമില്ല, അവിടെ കയ്യിലുള്ള സാധനം അടിച്ചുകൊണ്ട് പോയ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഡെവലപ്ഡ് കൺട്രിയാണ്. അവിടേക്ക് തന്നെ പോകണം, വേറെ എവിടെയും പോയേക്കരുത്. ഈ ന്യായീകരണവും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വിക്ടിം കാർഡാണ്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. ഹായ്, ഞാൻ അപ്സ കേറജി. നിങ്ങൾക്ക് അറിയായിരിക്കും. എടേ, ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത് എൻ്റെ വീട്ടിലോട്ട് അരിമേടിക്കാൻ തന്നെയാ എന്നും പറഞ്ഞ് ആ വീഡിയോ ഫേക്കാന്ന് നിങ്ങൾ പറഞ്ഞല്ലേ, അതത്ര ശരിയായിട്ടില്ല. ജനങ്ങളുടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് മോളാണല്ലോ അല്ലേ? അത് എന്ന് മുതലായിരുന്നു? മോളെ ജനങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു, ജനങ്ങൾ ശരിയെന്ന് പറയും. അവർക്ക് തെറ്റെന്ന് തോന്നി അവർ തെറ്റെന്ന് പറയും. ഒരാളാണ് മോളെ
ആക്ഷേപിച്ചോ അല്ലെങ്കിൽ മോൾക്കെതിരായിട്ട് സംസാരിച്ചെങ്കിൽ അത് ആ ഒരാളുടെ മിസ്റ്റേക്ക് എന്ന് പറയാം. പക്ഷേ സംസ്ഥാനത്തെ മുഴുവൻ ആൾക്കാരും മോളെ എതിർക്കുകയാണെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? ഇതിപ്പോൾ രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അത് രാജാവ് മാത്രം മനസ്സിലാക്കുന്നില്ല എന്നൊരവസ്ഥയാണ്. ആ ഒരു വ്യക്തിക്കും കുടുംബമുണ്ട്, അയാൾക്കും ജീവിതമുണ്ട്. അയാൾ പ്രായമുള്ള ആളാണെങ്കിൽ പോലും അയാൾക്കും ഒരു മനസ്സുണ്ട്. അത് മോള് കാണാതെ പോയി. ഇപ്പം ഈ വീഡിയോയ്ക്കകത്ത് മോള് പറയുന്നത് എന്താണ്? അയാൾ എന്താ കേസ് കൊടുക്കാത്തത്? അയാൾ കേസ് കൊടുത്താണ് കേൾക്കുന്നത്, കേസ് കൊടുക്കാൻ പോകുന്നൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ ചോദിക്കുന്നത് ഡിഫമേഷന് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിക്കണം. അതിനാ സോഷ്യൽ മീഡിയ ഒന്ന് ചോദിക്കുന്നത്. മോൾക്ക് അറിയുന്ന അഡ്വക്കേറ്റ്സ് ഇല്ലേ? മോൾക്ക് അറിയുന്ന ആരും പരിചയമില്ല? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളുടെ ഭാഗത്ത് അറിയില്ല, എനിക്കൊന്ന് വിചാരിച്ചിട്ടാണോ? എനിക്കറിയില്ല. ബാക്കി കേൾക്കാം. പിന്നെ പുരുഷ സംഘത്തിന്റെ മുതലാളി എൻ്റെ തലയ്ക്ക് 10,000 വിലയിട്ടിട്ടുണ്ട്. ഞാൻ അഡ്രസ്സ് പറഞ്ഞുതരാം, ആ പൈസ ഇങ്ങോട്ട് വന്നേക്ക്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 20,000 രൂപ അങ്ങോട്ട് തരാം. എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ വല്ല പണയം വെച്ച് തരാം. ഞാൻ മാനം കെടുത്തി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ. അത് കേസ് വീട്ടിലേക്ക് എത്തുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അയാൾ കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് കേട്ടത്. ബാക്കി വഴി അറിയാൻ പറ്റുമായിരിക്കും. ഇനി മെൻസ് അസോസിയേഷൻ്റെ ആ കൊണാൻഡ്രൻ എന്തോ വട്ടിയൂർക്കാവ് അജിത് കുമാർ നാടിൻ്റെ വില പോലും കളയാൻ വേണ്ടി എൻ്റെ വീട്ടിൽ നിന്നൊരു 2-3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം. ആ ശരിക്കും നല്ല നല്ല ആൾക്കാരുള്ള സ്ഥലമാണ്. ആ നാടിൻ്റെ വില ഈ നാണം കെട്ടവൻ കളയും, പറയാതിരിക്കാൻ വയ്യ. കാരണം അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, ചിലതൊക്കെ നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പം ചില ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുന്നത് എല്ലാമല്ല കേട്ടോ, ചിലത് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അയാൾ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. കേസ് കൊടുത്തതൊക്കെ ഓക്കെ, പക്ഷേ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എനിക്ക് അങ്ങോട്ട് മുന്നിൽ കിട്ടിയ വച്ചിട്ട് കീറാൻ തോന്നും. അമ്മാതിരി തോന്നിവാസം വിളിച്ച് പറയുന്നത്. കാര്യം ഒരു ആളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് അയാളെ വിമർശിക്കുന്നത് അതിലും മ്ലേച്ഛകരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ്. അയാളുടെ അമ്മയെ പറഞ്ഞിട്ടും തനിക്ക് താനൊരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു അമ്മ പ്രസവിച്ച ആളല്ലേ താനും, ഈ വട്ടിയൂർക്കാവ് അജിത് കുമാറും? ഇയാളൊക്കെയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇത് ഇയാളൊക്കെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടിയാണ് ഇയാൾക്ക് ഇറങ്ങുന്നത് പറഞ്ഞാൽ നാണക്കേടാണ്. ഞാൻ പറഞ്ഞില്ലേ, ആണുങ്ങൾ ഒരിക്കലും പെണ്ണുങ്ങൾക്കെതിരല്ല, സ്ത്രീകൾക്കെതിരല്ല. പക്ഷേ ഇയാളെതിരാണ്. ഇയാൾക്ക് പെണ്ണെന്ന് കേൾക്കുമ്പോൾ എന്തോ മറ്റേ ചെകുത്താൻ കുരിശു കൊണ്ട പോലെയാണ്. ആ ലെവലിൽ അയാൾ റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് കേട്ടോക്കാം. ഈ പെൺകുട്ടി കൈമ്പൊക്കി കക്ഷവും കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അവിടെ ഒന്നും നാട്ടുകാരോ പിതാവോ മറ്റുള്ളവർ പുരുഷന്മാരാര് ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട്. ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റാണിത്. എല്ലാവർക്കും അപ്പനുണ്ട്, സഹോദരനുണ്ട്, മകനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ എന്തുകൊണ്ട് ഇത് തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഓക്കെ, എല്ലാവർക്കും അപ്പനുണ്ട്, സഹോദരനുണ്ട്, മകനുണ്ട്, ഇതൊക്കെ ഓക്കെ, മനസ്സിലാക്കാം. പക്ഷേ ഇനി അയാൾ പറയാൻ പോകുന്ന വാക്കുകൾ ശരിക്കും ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഒരാളും പറയില്ല. അമ്മാതിരി തോന്നിവാസം പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് കേൾക്കാം. മുൻകാലങ്ങളിൽ പിതാക്കന്മാർക്ക് എന്തെങ്കിലും റോള് വീട്ടിലുണ്ടായിരുന്നു. ഇന്ന് പിതാക്കന്മാർക്ക് ഒരു റോളുമില്ല. റേഷൻ കാർഡിൽ നിന്ന് പോലും പിതാവിന്റെ പേര് മാറ്റിയിരിക്കുകയാണ്. എടോ അജിത് കുമാറെ, തൻ്റെ വീട്ടിൽ തൻ്റെ കുടുംബത്തിൽ ഇതുപോലൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? തൻ്റെ കുടുംബത്തിലുള്ളവരുടെ മിസ്റ്റേക്ക് അല്ലേ? അതിന് നാട്ടിൽ എല്ലാവരുടെയും പിതാക്കന്മാരെ വിളിക്കുന്ന കാര്യം എന്താണ്? എല്ലാ വീട്ടിലും പിതാക്കന്മാരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് വെട്ടിയിരിക്കുകയാണോ? താൻ പോയി ചെക്ക് ചെയ്തോ? ആണോ? അങ്ങനെയാണോ? എടോ ആണുങ്ങളുടെ പേര് കളയല്ലേ, പോലെ കുറേ മണുകുണാഞ്ചന്മാർ. അതുകൊണ്ടാണ് ഇന്ന് പിതാക്കന്മാർ പറയുന്ന കേൾക്കില്ല, അമ്മ പറയുന്ന കേൾക്കില്ല. അമ്മയും ഇതിന്റെ അപ്പുറമായിരിക്കാം. മനസ്സിലായില്ലേ? ഈ മകളുടെ സ്വഭാവം തന്നെ ആയിരിക്കാം ഏറെക്കുറെ അമ്മയ്ക്കും. അതുകൊണ്ടാണ് ഈ അച്ഛനോ കേട്ടല്ലോ, ഈ മകളുടെ സ്വഭാവം തന്നെ ആയിരിക്കും അമ്മയ്ക്ക്. ആ പെൺകുട്ടിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് വന്നു, അത് എല്ലാവരും ചൂണ്ടിക്കാണിച്ചു. ആ കുട്ടിയുടെ പേരും പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ വിളിക്കുകയാണ്, അമ്മയ്ക്ക് വിളിക്കുകയാണ്. ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടേ? ഒരു പെണ്ണ് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പനും അമ്മയ്ക്കും മുത്തിക്ക് എല്ലാം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ഇയാളെ പോലുള്ള കൊഞ്ഞാണന്മാരെ ആദ്യം അടിച്ചോടിക്കണം. രാഹുൽ ഈശ്വറിനോടൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ഇവൻ്റെയൊക്കെ കൂട്ടുപിടിച്ചാണ് നടക്കുന്നത് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറുത്തു പോയി, പറയാതിരിക്കാൻ വയ്യ. വളരെ മോശമാണ് ഇയാളുടെ സംസാരം. ഇയാളൊക്കെ പിടിച്ച് ആദ്യം അകത്തിടേണ്ട. സവാദിനൊന്നും അല്ല, സവാദിനെ പിന്നിട്ടാൽ മതി. ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർ. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഇയാൾ കേസ് കൊടുത്തു, കംപ്ലയിൻറ്റ് കൊടുത്തു, അതെല്ലാം ഓക്കെ, മനസ്സിലാക്കാം. പക്ഷേ ഇയാൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഞാനും ഒരാണ് തന്നെയാണ്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. നിങ്ങൾ പറയും ഇയാളുടെ വാക്കുകൾ അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലെന്നുള്ളത്. എന്ത് തോന്നിയവാസം വിളിച്ച് പറയുന്നത്? ഇയാളൊക്കെയാണ് ആണുങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി മറ്റേ കൊടി പിടിച്ചിറങ്ങുന്ന ടീമുകൾ. വേണ്ടെന്നേ, ഇയാളൊക്കെ കൊടി പിടിച്ചുള്ള ഉന്നമനം വേണ്ട. ഏതെങ്കിലും സൈഡിൽ കൂടെ ഞങ്ങൾ ജീവിച്ചു പോക്കോളാം. ആറുകൾ മറ്റുള്ളവർക്കോ അവിടെ റോൾ ഇല്ലാതെ വരുന്നത്. ഇനി ഇവിടെ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ, ആ പെൺകുട്ടിയെ അറിയാവുന്ന നാട്ടുകാർ ഒരുപാടുണ്ട്. അവരിതിനെ ഒന്ന് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? കാരണം തിരുത്തുവാൻ വേണ്ടി പോയാൽ അച്ഛനായാലും ശരി, നാട്ടുകാരായാലും ശരി, എല്ലാവർക്കെതിരെയും ഈ പെൺകുട്ടി പരാതി കൊടുക്കും എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോൾ നാട്ടുകാരോ ആ പെൺകുട്ടിയുടെ ജാതകം ഇയാളുടെ കയ്യിലാണല്ലോ. ആ പെൺകുട്ടി എന്ത് ചെയ്യും, എന്ത് ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഇയാളാണല്ലോ തീരുമാനിക്കുന്നത്. പിതാവോ മറ്റുള്ളവർ പുരുഷന്മാരാര് ഈ പെൺകുട്ടിയെ തിരുത്താൻ ശ്രമിച്ചാലും സ്വന്തം അച്ഛനെതിരെ വേണമെങ്കിലും പീഡന കേസ് പറഞ്ഞ് ഇവൾ വീഡിയോ ചെയ്തിടാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് ഒരാൾ പോലും ഈ പെൺകുട്ടിയെ തിരുത്താൻ തയ്യാറാകാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അതിൽ വന്നിട്ടുള്ള കമന്റ്സ് നോക്കിയേ, കംപ്ലീറ്റ് നെഗറ്റീവ് അല്ലേ. കാര്യം ആ പെൺകുട്ടിയെ എന്താ പറയുക, അറഞ്ചം പുറഞ്ഞം തെറി വിളിക്കുകയാണ് എല്ലാവരും. ആ തെറി വിളിച്ചിട്ട് പോലും ആ പെൺകുട്ടി ആ വീഡിയോ ഒന്നുകൂടി ബീജം മാറ്റിയിട്ട് ഒന്നുകൂടി അത് റീപോസ്റ്റ് ചെയ്തതല്ലാതെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഈ വീഡിയോകൾ ചെയ്യുന്നിട്ട് ഒരു 10 ലൈക്കോ 20 ലൈക്കോ അല്ലെങ്കിൽ കമന്റോ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന വ്യക്തികൾ ഇത്രയും മില്യനൊക്കെ പോയപ്പോൾ, കാര്യം മില്യൺ പോകാൻ വേണ്ടിയിട്ടാണ്, വൈറലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അതിന് പുരുഷന്മാരെ, പിതാവിൻ്റെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനേക്കാളും പ്രായമുള്ള പുരുഷന്മാരെ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. ഇത് ഈ സമൂഹത്തിൽ നിന്ന് ഇയാൾ ഈ പറയുന്നതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ BGM മാറ്റിയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തു, അതെല്ലാം ഓക്കെ. പക്ഷേ ഇയാൾ ഉപയോഗിച്ച ലാംഗ്വേജ് ഈ പുരുഷന്മാരെ എല്ലാം മോനങ്ങ് ഉദ്ധരിക്കല്ലേ. കാരണം പുരുഷന്മാർക്കിടയിലും ഉണ്ട് കുറേ പുഴുക്കുത്തുകൾ. ഇവിടെ ഈ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്, അത് ഞാനും അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഇവിടെ ഈ പെൺകുട്ടി ചെയ്തത് തെറ്റാണ്. പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങോട്ട് നല്ലവരാണെന്ന് ചമയിക്കല്ലേ, ഇതിൻ്റെ പേരിൽ അങ്ങോട്ട് വെളുപ്പിക്കാൻ ശ്രമിക്കല്ലേ. കാര്യം ഒരുപാട് ഞരമ്പന്മാരുണ്ട് ബസ്സിനകത്തും ട്രെയിനിനകത്തും ഒക്കെ ഉടായ്പകൾ കാണിക്കുന്ന ഒരുപാട് ഞരമ്പന്മാരുണ്ട്. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും മാന്യന്മാരാണെന്നും കൂടി മോൻ അങ്ങോട്ട് പറഞ്ഞു വെക്കരുത്. ഓക്കെ, ഞാനും പറഞ്ഞല്ലോ, ഞാനൊരു പുരുഷൻ തന്നെയാണ്. ആ പുരുഷനായിട്ടുള്ള ഞാൻ തന്നെയാണ് പറയുന്നത്. എല്ലാ പുരുഷന്മാരും മാന്യന്മാരെന്നല്ല, എന്നാൽ മുന്നേ വരുന്ന വ്യക്തി ഒരു സഹോദരിയാണെന്നും അല്ലെങ്കിൽ അമ്മയാണെന്നും ഒക്കെ തിരിച്ചറിവുള്ള ആളുകളുമുണ്ട്. പക്ഷെ തനിക്ക് സംസാരിക്കാൻ അറിയില്ല. ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിനെതിരെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും വലിയ തെറ്റുകൾ പറഞ്ഞുകൊണ്ടാവരുത്. അത് ഡാഷ് ഇല്ലായ്മയാണ്. മനസ്സിലായോ? ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിക്കെതിരെ ഞങ്ങൾ ഇന്നലെ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റാണിത്. അപ്പോൾ DGPക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ഇന്നലെ ഞാൻ പോയപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ തന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യത്തിൽ പ്രതികരിക്കണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതെ പോലീസുകാർ പറഞ്ഞു പ്രതികരിക്കണം. ഇമാതിരി തോന്നിവാസം പറഞ്ഞുകൊണ്ടാണ് പ്രതികരിക്കാൻ അന്ന് പോലീസുകാർ പറഞ്ഞല്ലേ. ഓഫ്, കഷ്ടം. പ്രതികരിക്കണം, പക്ഷെ ഡാഷില്ലായ്മ പറഞ്ഞു വേണം പ്രതികരിക്കാൻ. ആ കൊച്ചിൻ്റെ അമ്മയും ആ കൊച്ചിൻ്റെ മറ്റുള്ളവരെയൊക്കെ പറഞ്ഞു വേണം പ്രതികരിക്കാൻ. സഹകരണം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അവരെ കേസെടുക്കുകയും പരിഗണിക്കുകയും റെസിപ്റ്റ് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റെസിപ്റ്റ് വാങ്ങിച്ച് പിന്മാറുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ലൈവിൽ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ അഡ്രസ് ആരെങ്കിലും തരികയാണെങ്കിൽ ഞങ്ങൾ അടുത്ത നടപടി, കാര്യം പോലീസ് അപ്പോൾ അഡ്രസ് ഇല്ലാതെയാണോ പരാതി കൊടുത്തത്? പോലീസുകാരൻ എവിടെ പോയി അന്വേഷിക്കണം? നടപടി കാര്യമായിട്ട് എടുത്തില്ല എങ്കിൽ, കാര്യം ഒരു പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ മാന്യമായിട്ട് പെരുമാറിയിട്ടോ പോലീസുകാർ നടപടി എടുത്തില്ലെങ്കിൽ അപ്പോൾ പോലീസുകാരിൽ വിശ്വാസമില്ലേ മോന്? പോലീസുകാർ നടപടി എടുക്കുന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലേ? എടുത്ത നടപടി എന്താണെന്നും കൂടെ വന്നത് പറയണേ. അത് കൂടെ കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇയാൾ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തു, അതൊക്കെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഉപയോഗിച്ച വാക്കുകൾ, ഞാൻ അതിനോട് മാത്രമാണ് എൻ്റെ എതിർപ്പ് ഞാൻ പറയുന്നത്. ഭയങ്കര മോശമായി പോയി. അത് ഒരു സംശയം വേണ്ട. ഇയാളെപ്പോലുള്ള ആൾക്കാർ, ഈ പറയുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയൊക്കെ വേണം. പക്ഷേ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ഇമാതിരി തോന്നിവാസം വിളിച്ച് പറയുന്ന ആൾക്കാരാണെങ്കിൽ അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല. ഒരു ആണ് എന്ന നിലയ്ക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് വിഷയങ്ങൾ. അപ്പോൾ അപ്സാക്കെ റെജിയോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മോൾ ചെയ്തത് തെറ്റാണ്, അത് മോൾ അംഗീകരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ മോൾ എന്ത് ചെയ്യണമായിരുന്നു? അയാൾക്കെതിരെ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്യണമായിരുന്നു. അത് നിൻ്റെ ഉണ്ടെങ്കിൽ നീ ചെയ്യും. അതില്ലാന്ന് തോന്നുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെ വീഡിയോയ്ക്കകത്ത് അത് വരുമായിരുന്നു. പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ വെറുതെ ഒരു ആൾ, കാര്യം ആ വീഡിയോ കണ്ട അയാളൊന്നും ചെയ്യുന്നില്ലെന്ന്, അയാൾ വെറുതെ കൈവച്ചുകൊണ്ടിരിക്കുകയാണ്. മോള് ഷെയർ ചെയ്ത വീഡിയോയ്ക്കകത്ത് അയാളൊന്നും ചെയ്യുന്നില്ല. അതിന് മുന്നും പിന്നും വീഡിയോകളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ആ കണ്ട വീഡിയോ വെച്ചുള്ള അഭിപ്രായങ്ങളാണ് എല്ലാ വ്യക്തികളും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി മോൾ എത്ര വന്ന് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. ബാക്കി കോൺസിക്വൻസസ് എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് ഫേസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.